നമസ്കാരം. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ അടിമുടി മാറ്റിമുറിക്കുന്ന പ്രഖ്യാപനങ്ങളുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേവലം നയതന്ത്ര പിന്തുണ എന്നതിലുപരിയായി യുദ്ധകളത്തിൽ ഇറാന്റെ കരുത്തായിട്ട് മാറാനാണ് മോസ്കോയുടെ തീരുമാനം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് പുടിൻ്റെ ഈ ഒരു ഇടപെടൽ ഇപ്പോൾ നൽകുന്നത്. ഇറാനെ കീഴ്പ്പെടുത്തിയാൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യം ക്യൂബയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ നിലപാടിന് തടയിടുക എന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യം കൂടി റഷ്യയ്ക്കുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിലെ 4 പ്രമുഖ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പുടിൻ ഫോണിൽ വിളിച്ച് ചർച്ചകൾ നടത്തിയത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പ്രാദേശിക സഖ്യം രൂപീകരിക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ പ്രധാന അജണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് വേണ്ടി ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുമ്പോൾ റഷ്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഈ മേഖലയിൽ വലിയൊരു പ്രതിരോധ മതിലായി മാറുകയാണ്. റഷ്യയ്ക്കൊപ്പം ചൈനയും ഉത്തര കൊറിയയും അണിനിരക്കുന്നതോടെ ഇതൊരു വമ്പൻ സൈനിക സഖ്യമായി പരിണമിക്കുന്നു. ഇവിടെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിൻ്റെ വെല്ലുവിളി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കങ്ങൾ നടത്തിയാൽ അവർക്ക് ആവശ്യമായ അത്യാധുനിക അണവായുധങ്ങൾ നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് കിം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻപും പിൻപും നോക്കാതെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഉത്തര കൊറിയയുടെ ഈ നിലപാട് അത് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ താവളങ്ങൾക്ക് വലിയ ഭീഷണിയാവുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധത്തിനിറങ്ങിയ അമേരിക്ക ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഇറാൻ നടത്തുന്ന ഓരോ തിരിച്ചടിയും ഇപ്പോൾ നേരിട്ട് അമേരിക്കയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സ്വന്തം സൈന്യത്തെ നേരിട്ട് യുദ്ധകളത്തിലേക്ക് അയക്കുന്നത് വലിയൊരു ദുരന്തത്തിന് കാരണമാകുമെന്ന് ട്രംപ് ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈനികർ ശവമഞ്ചങ്ങളിൽ മടങ്ങിയെത്തുന്നത് രാജ്യത്തിനകത്ത് വലിയ ജനരോഷത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് നേരിട്ടുള്ള കരയുദ്ധത്തിന് പകരമായിട്ട് കുർദുകളെ പോലെയുള്ള പ്രാദേശിക ഗ്രൂപ്പുകളെ ഇറാനെതിരെ പ്രയോഗിക്കാനായിട്ട് പദ്ധതിയിടുകയാണ്. സ്വന്തം പൗരന്മാരുടെ പ്രതിഷേധം ഒഴിവാക്കാനും സൈനിക നഷ്ടം കുറയ്ക്കാനുമാണ് വാഷിങ്ടൺ ഇത്തരമൊരു തന്ത്രം ആവിഷ്കരിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മധ്യേഷ്യയിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കാനായി ഇറാനെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. എന്നാൽ ഈ പ്രകോപനങ്ങളെ നേരിടാൻ റഷ്യയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. മേഖലയിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന സൈനിക വിന്യാസവും യുദ്ധത്തിൻ്റെ ഗതി മാറ്റുകയാണ് ചെയ്യുന്നത്. റഷ്യയുടെ ഈ ഒരു പോർവിളി അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ചുറ്റും മോസ്കോ നടത്തുന്ന ഈ ഒരു കരുത്തുറ്റ നീക്കങ്ങൾ എന്ന് പറയുന്നത്. 4 അറബ് രാജ്യങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാകുന്നതോടെ പശ്ചിമേഷ്യയിൽ അമേരിക്ക പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രംപിൻ്റെ ഭരണകൂടത്തിന് കീഴിൽ അമേരിക്ക ഒരു വലിയ സൈനിക പരാജയത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നുണ്ട്. ഇറാൻ ഒരിക്കലും തനിച്ചല്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടം വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നു. മുൻപ് ആണവായുധങ്ങൾ കൈവശമില്ലാത്തതിനാൽ നേരിട്ട പരിമിതികൾ മറികടക്കാൻ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും സഹായത്തോടെ ഇറാൻ ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തര കൊറിയയെ തൊടാൻ അമേരിക്ക ഭയപ്പെടുന്നത് അവരുടെ ആണവശക്തി കാരണമാണെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ ആ വിടവ് നികത്താനായിട്ട് റഷ്യൻ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു. ഇതാകട്ടെ പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ റഷ്യയ്ക്കും ഇറാൻ്റെയും അനുകൂലമായി മാറ്റുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ തന്നെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക പോലീസായ അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ റഷ്യയും സഖ്യകക്ഷികളും ചേർന്ന് ഒരുക്കുന്ന ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രംപിന് കഴിയുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഐക്യവും അത്യാധുനിക ആയുധങ്ങളുടെ വിന്യാസവും അമേരിക്കൻ സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈനയുടെ സാമ്പത്തിക കരുത്തും റഷ്യയുടെ സൈനിക തന്ത്രങ്ങളും ഉത്തര കൊറിയയുടെ കടുത്ത നിലപാടുകളും ഒത്തുചേരുമ്പോൾ അത് പശ്ചിമേഷ്യൻ യുദ്ധക്കളം പുതിയൊരു ലോകക്രമത്തിന് സാക്ഷ്യം വഹിച്ചേക്കാം.